ഹായ്. അപ്പോൾ ഇന്ന് കാവുകളെ പറ്റി സംസാരിക്കുക. ഈ കാവുകളെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കഥ പറയാം. എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ കാവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. ഈ സുഹൃത്ത് ഒരു ദിവസം ഒരു ഫേമസ് ആയിട്ടുള്ള കേരളത്തിലൊരു ഫേമസ് ക്ഷേത്രത്തിൽ പോവുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്ഷേത്രത്തെ. ഞാൻ പിന്നെ പേര് പറയുന്നില്ല, കാരണം ആളുകളിൽ പിന്നീട് ഇത്തരം ഭയങ്ങളുണ്ടാകുക, അനാവശ്യമായ ഭയങ്ങൾ ആളുകളിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് പേര് പറയാത്തത്. അപ്പോൾ ഈ അമ്പലത്തിൽ പോയപ്പോൾ അമ്മയുടെ കൂടെയാണ് പോയത്. അമ്മയുമായി തൊഴുതുന്നു. തൊഴുതതിന് ശേഷം പുള്ളി പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇതിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ നാഗരുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. ഈ കാവ് പോലെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്, അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകാൻ റെഡി ആയില്ല. കാരണം അദ്ദേഹത്തിന് മടിയായിരുന്നു. കുറച്ച് അങ്ങോട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് വെളിയിൽ ഇറങ്ങി ഫോണിൽ കളിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി. അമ്മ നിർബന്ധിച്ചിട്ട് അദ്ദേഹം പോയില്ല. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വീടിൻ്റെ ടെറസിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ വെച്ചൊരു പാമ്പിനെ കാണാനുണ്ടായി, വീടിൻ്റെ ടെറസിൽ. അത് അദ്ദേഹത്തെ വല്ലാതെ പേടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ അവിടെ പോവാത്തത് കൊണ്ടാണ് പാമ്പിനെ കണ്ടതെന്നും അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞു. അവർ വീണ്ടും അതേ അമ്പലത്തിൽ പോയി. അവിടെ പോയി അതേ നാഗരുടെ പ്രതിഷ്ഠയിലൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് കോയിൻസിഡൻസ് ആണോ അതോ അദ്ദേഹത്തിലേക്ക് ഞാൻ അവിടെ പോയില്ല അതുകൊണ്ട് ഇനി പാമ്പ് വരുമായിരിക്കുമെന്ന് സബ് കോൺഷ്യസ്ലി ഒരു തോട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അത് അത്യാവശ്യം സൈക്കിക് പവർ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹം വിചാരിക്കുന്ന അതുപോലെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതങ്ങനെ സംഭവിച്ചു. ഇനി കാവുകളിലേക്ക് വരാം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ ഈ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നോർത്തിലെ പല സ്റ്റേറ്റ്സിലും ഉണ്ട്. നഗരം എന്ന് പറയുന്ന വേറൊരു ലോകം, ഗ്രാമം വേറൊരു ലോകമാണ്. പക്ഷേ കേരളത്തിൽ ഈ ഇടുക്കി, വയനാട് അല്ലെങ്കിൽ ഈ അട്ടപ്പാടി പോലുള്ള ചില ഹൈ റേഞ്ച് പ്രദേശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങളിൽ ഈ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയുമായിട്ട് ഇന്ന് വലിയൊരു കണക്ഷനൊന്നുമില്ല. ഈ കാടുകൾ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അവിടെ എവിടെയും തെന്നിയും തെറിച്ച് ഓരോ കാടൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ കാടുകൾ പലതും കണ്ടാൽ കാടാണെന്ന് പോലും തോന്നില്ല. പക്ഷേ നമ്മുടെ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ചില മിനി ഫോറസ്റ്റുകളുണ്ട്. അതാണ് ഈ കാവ് എന്ന് പറയുന്നത്. അവിടെ നാഗർ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ഉണ്ട്. നമ്മളൊരു സാമൂഹിക ജീവിയായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണിപ്പോൾ, ഫോണ്, സോഷ്യൽ മീഡിയ ഇതെല്ലാം കാരണം. അപ്പോൾ ഈ കാവുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ബേസിക്കലി നിങ്ങൾ ഫോൺ ഉപയോഗിക്കാതെ ആയിരിക്കും അവിടെ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിന് ഒരു മാറ്റം ഉണ്ടാകും. അതായത് ഒരു അല്പനേരത്തേക്ക് കാലങ്ങൾക്ക് ശേഷം നമ്മൾ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുകയാണ്. മനുഷ്യൻ്റെ ബേസിക് നേച്ചർ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ കാടുകളിൽ നിന്ന് ഉത്ഭവിച്ചാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. കാടുമായി ബന്ധപ്പെട്ട് മരങ്ങളും മറ്റ് മൃഗാദികളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടത്. ഇന്നും അങ്ങനെ അവരുമായിട്ട് ജീവിതം ഉണ്ടെങ്കിലും അത്രയൊരു കണക്ഷൻ, ഒരു ഫീലിംഗ് നമ്മൾക്കില്ല. ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് പറയാൻ കാര്യം, 90s വളരെ ഇല്ലിട്രേറ്റ് ആയിട്ട് ഒട്ടും ഇൻ്റലിജൻസ് ഇല്ല, വിവരമില്ല എന്ന് നമ്മളിന്ന് അവകാശപ്പെടുന്ന സാധാരണ മനുഷ്യർക്ക് ഇന്ന് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ അറ്റൻഷൻ സ്പാൻ ഉണ്ട് എന്നുള്ളതാണ്. അറ്റൻഷൻ സ്പാനും ഏകാഗ്രമായ ഒരു മനസ്സും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വിർച്വൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. പണ്ടും ഭയങ്കരമായി ഉണ്ടായിരുന്നവർ കുറവാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ആവറേജ് ഇന്നത്തേക്കാൾ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രകൃതിയുമായി കുറച്ചും കൂടി ഒരു ബന്ധം ഉണ്ടായിരുന്നു, നമുക്കതിന്നില്ല. ഇപ്പോൾ ഈ കാവുകളിൽ പോകുമ്പോൾ പൊതുവെ നമ്മുടെ ഈ സോഷ്യൽ കൺസ്ട്രക്റ്റ് ഇങ്ങനെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ സോഷ്യൽ കൺസ്ട്രക്റ്റ് മാറുകയും പ്രകൃതിയുമായി അലിഞ്ഞു ചേരുകയും നമ്മുടെ മനസ്സിനൊരു സന്തുലിതാവസ്ഥ വരും. നമുക്ക് ഒരു ഏകാഗ്രത മനസ്സിലുണ്ടാവും. ഈ മെഡിറ്റേഷനും ഏകാഗ്രതയും രണ്ടാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാൻ ഏകാഗ്രതയുടെ ആവശ്യമില്ല, പക്ഷേ അതിലൊരു റെഡിനെസ് ഉണ്ടാകാൻ വേണ്ടി ഏകാഗ്രതയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഏകാഗ്രത വരണമെങ്കിൽ നമുക്ക് ഒരു അറ്റൻഷൻ സ്പാൻ മിനിമമെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ വിഷ്വൽ മീഡിയ യൂസ് കൊണ്ട് നമുക്ക് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അതുകൊണ്ട് ആ റെഡിനെസ് ഇന്ന് പലർക്കും ഇല്ല. പക്ഷേ കാവുകളിൽ പോകുമ്പോൾ ആ ഒരു റെഡിനെസ് പലരിലും ഉണ്ടാകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് അനുഭവം അതാണ്. കാരണം ആ ഒരു നേച്ചറുമായിട്ടുള്ളൊരു മിങ്കിളിങ് തന്നെയാണ് സംഭവിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അവിടെ ഒരു നാഗരുടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭക്തി, ഒരു കോൺസെൻട്രേഷൻ, ഒരു ഡിവോഷൻ എന്ന് പറയുന്ന ഒരു വൺ പോയിൻറ്റഡ്നെസ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടും. നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ഏകാഗ്രമാക്കാൻ ആ ഒരു പ്രതിഷ്ഠയ്ക്കും ആ ഒരു അന്തരീക്ഷത്തിനും ഭയങ്കരമായി സാധിക്കും. അത് കാരണം നമ്മളൊരു മെഡിറ്റേഷന് വേണ്ടി നമ്മുടെ മൈൻഡോടെ പ്രിപ്പയർഡ് ആവുകയാണ്. വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് സ്വാഭാവികമായ മെഡിറ്റേഷൻ
ഈ കാവുകളിൽ സംഭവിക്കും. നോക്കൂ, നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കാവിലോ കാട്ടിലോ പോയി കണ്ണും അടച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പാമ്പ് കടിക്കും. അതിന് നിങ്ങൾ എന്നോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കണ്ണും അടച്ചൊരു മൂലയിൽ പോയി ഇരിക്കുന്നതല്ല. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതിനൊരു അലേർട്ട്നെസ് ഉണ്ടായിരിക്കാം, ഒരു ബോധം ഉണ്ടായിരിക്കാം. യഥാർത്ഥ ബോധത്തിലാണ് നമ്മൾ, അല്ലാതെ അബോധാവസ്ഥയല്ല ധ്യാനം എന്ന് പറയുന്നത്. ഈ ധ്യാനത്തിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തുമ്പോൾ ചിലർ സമാധിയിലേക്കൊക്കെ പോകുന്നതായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സമാധി അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ പരിസരം മറന്നെന്നിരിക്കുക. കാരണം നമുക്ക് സമാധി അവസ്ഥയിലുള്ളൊരു വ്യക്തിക്ക് ലോകമില്ല. അങ്ങനെയുള്ള ഒരാൾക്കത് സ്വാഭാവികമായി സംഭവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബെറ്റർമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രകൃതി അദ്ദേഹത്തെ സംരക്ഷിക്കും. കാരണം സമാധി അവസ്ഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പ്രകൃതിയുമായി പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നേച്ചർ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരാൾക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമാധിയിലാണ് എന്നും പറഞ്ഞ് അവിടെ പോയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും നിങ്ങളെ സഹായിക്കാനുണ്ടായെന്ന് വരില്ല ചിലപ്പോൾ. സോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവാതെ നിങ്ങൾ അവിടെ പോയി അലേർട്ടായിട്ടിരിക്കൂ. ലൈക്ക് ഷാർപ്പാവാനല്ല, ഒരു ശ്രദ്ധ, ചുറ്റുപാടിലൊരു ശ്രദ്ധ. ഒരു കിളികൾ, മരങ്ങൾ, ചിലപ്പോൾ അവിടെ പാമ്പുണ്ടായിരിക്കും, പാമ്പുകൾ, പാമ്പിൻ്റെ പൊത്തുകൾ, ഇതൊക്കെ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചാൽ മതി. ഒരു അരണയെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ശ്രദ്ധ, ആ ഒരു അവയർനെസ്, നിങ്ങൾ കാണുന്ന കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാതെ വെറുതെ കാണുക എന്ന് പറയുന്ന കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ശുദ്ധമായ ബോധത്തിലാണ് നിങ്ങളപ്പോൾ. അത് എത്ര നേരം നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ നിലനിൽക്കാൻ സാധ്യതയില്ല, ചിലപ്പോൾ നിലനിൽക്കുമായിരിക്കാം. നിലനിന്നാലും ഇല്ലെങ്കിലും ശുദ്ധബോധം എന്താണെന്ന് കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അത് തന്നെ ഒരു മഹാ അനുഭൂതിയാണ്. പലരും 1000 വർഷം തപസ് ചെയ്താൽ പോലും കിട്ടാത്തൊരു കാര്യമാണത്. സോ ഡെഫിനറ്റ്ലി അങ്ങനെയാണ് ഞാൻ കാവുകളെ കാണുന്നത്. ഞാൻ കാവുകളെ ആ ഒരു പാറ്റേണിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഈ ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ് മെജോറിറ്റിയും കാവുകൾ സന്ദർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാത്തവരും സന്ദർശിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ വളരെ കുറവാണ്. ഞാൻ പറയുന്നത് എല്ലാ മതത്തിലുള്ളവരും അവിടെയൊക്കെ പോകണം. പിന്നെ നേച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യാൻ. ഇത്രയും തിക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഡെൻസ് ഫോറസ്റ്റിലോട്ട് നമുക്ക് പലപ്പോഴും ഇപ്പോൾ പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഫോറസ്റ്റുകൾ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ്. ഇനി അങ്ങനെ ഒരു ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അവിടേക്ക് നമുക്ക് പോകാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി ഒന്നും കിട്ടാറേ ഇല്ല. വളരെ റെയറായിട്ട് ഏതെങ്കിലും റിസർച്ചേഴ്സിന് കിട്ടുമായിരിക്കാം, സാധാരണക്കാർക്ക് കിട്ടാറില്ല. റെയറായിട്ടൊന്നും കിട്ടാറില്ല, അത് തന്നെയാണ് സത്യം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന ഈ കാവുകളിലൊക്കെയാണ്. ഈ കാവുകളിലൊക്കെ പോയി ഇരിക്കുക, കുറച്ചു ടൈം സ്പെൻഡ് ചെയ്യുക. ഈ കാവുകളിലെ അന്തരീക്ഷം, അവിടുത്തെ പ്രകൃതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് വിഭിന്നമല്ല, നമ്മളും പ്രകൃതിയും ഒന്ന് തന്നെയാണ്. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കാവുകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാവുകളിനകത്തിരിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായ സൈക്കിക് എബിലിറ്റീസ് വർക്കാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു നേച്ചറിൻ്റെ പ്രത്യേകതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രകൃതി വളരെ ശാന്തമായി നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമൊക്കെ സംഭവിച്ചെന്നിരിക്കാം. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരു പ്രഹേളികയായിട്ട് കണ്ടാൽ മതി. കാരണം ഇതെല്ലാം എക്സ്പീരിയൻസുകളാണ്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതാവുന്ന അവസ്ഥയാണ് ശുദ്ധമായ ബോധം എന്ന് പറയുന്നത്. സോ ബേസിക്കലി അവിടെ പോയി ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ വെറുതെ സ്വസ്ഥമായിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും എന്ന് പറഞ്ഞ് നിർത്താനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് പറയാൻ സാധിക്കില്ല. അതാണ്. എനിവേ, നിങ്ങളും കാവുകളിൽ പോവും, പ്രകൃതിയുമായി ഇടപെടുകൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാവുകളൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. കാവുകളെ സംരക്ഷിക്കൂ, പ്രൊട്ടക്റ്റ് ചെയ്യൂ. അത് ലൈഫ് സോഴ്സുകളാണ്. നമ്മുടെ നാട്ടിലെ പ്രകൃതിയെ നിലനിർത്തുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയിൽ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം പ്രകൃതിയുടെ വില എന്താണെന്ന്. സോ ഡെഫിനറ്റ്ലി കാവുകളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. So take care of the cows. Thank you.